friends, welcome back to Ting Tong. It's me Leah. And Laura. So ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. It's fine. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കും. Obviously. ഇന്നലെ കഴിഞ്ഞ സാറ്റർഡേ വിളിക്കാതിരുന്ന കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഇന്ന് വിളിക്കാവുന്നതാണ്. ഞങ്ങളൊരു ഇത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മാക്സിമം ഒരു 10 കോൾസ് എങ്കിലും 10 കോൾസ് വേണം. എന്തായാലും 10 കോൾസ് എങ്കിലും വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വിളിക്കണം. ഓക്കെ, സോ വിളിക്കുക നമ്പർ 0423824991. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ, നമ്മളുടെ കോളേഴ്സിന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈദ്. യെസ്, എല്ലാവർക്കും ഞങ്ങളുടെ വക ഈദ് മുബാരക്. അപ്പോൾ ഈദൊക്കെ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സ്റ്റുഡൻസിനൊക്കെ 9 days, സ്കൂളിലൊക്കെ 9 days ഹോളിഡേ ഉണ്ട്. നമുക്ക് ഉറങ്ങി തീർക്കാൻ പറ്റും. എനിക്കൊക്കെ ഉറങ്ങി തീർക്കാൻ പറ്റുന്ന സമയമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ചിലരൊക്കെ നാട്ടിൽ പോയി ഇപ്പോഴേ തന്നെ അല്ലേ? എന്റെ ക്ലാസ്സിൽ പിന്നെ കുറെ പേര് വെക്കേഷന് വേണ്ടി വേറെ കുറെ സ്ഥലത്തൊക്കെ പോകുന്നു. ബാങ്കോക്കിലൊക്കെ പോയി. അത് തന്നെ. അപ്പൊ എല്ലാരും ഭയങ്കര എല്ലാം അടിച്ചു പൊളിക്കുക. എക്സൈറ്റഡ് ആണ്. എനിക്ക് ഉറങ്ങി തീർക്കാൻ എക്സൈറ്റഡ് ആണ്. ലോറയ്ക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലോറയ്ക്ക് വെറുതെ ഇരിക്കാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ കോളേഴ്സിന് ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഇന്ന് വിളിക്കുന്ന ഒരു ലക്കി കോളറിന് ഞങ്ങളുടെ വക ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് ഒരു കപ്പിൾ എൻട്രി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാരൻസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. യെസ്, ഈദ് പ്രമാണിച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ബട്ട് യു ക്യാൻ ഗിവ് ഫോർ യുവർ പാരൻസ്. ഇസ് എ ഗുഡ് നല്ല ഗിഫ്റ്റ് അല്ലേ? അപ്പോൾ ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. അപ്പോൾ ഇപ്പൊ തന്നെ വിളിച്ചോളൂ. എന്നിട്ട് അവസാനം നിങ്ങൾ പറയുന്നതായിരിക്കും ആർക്കാണ് ലക്കി. കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വിളിച്ചോളൂ. അപ്പൊ വിളിക്കാൻ നമ്പർ 0423824991. അപ്പൊ ഒരു കാര്യം ഓർക്കണം, വിളിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചു തുടങ്ങിയാൽ we will just talk to us for 2 minutes or how much of you guys can. ഓക്കെ, അപ്പൊ ഞങ്ങളോട് ഒരു ഇച്ചിരി നേരം ഒരു ഹലോ, പേരെന്താ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ നിങ്ങൾ വെക്കേഷനിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടിക്കറ്റ് തരാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. ഞങ്ങളോട് സംസാരിച്ചു, അതിന് സന്തോഷമായിട്ട് ഞങ്ങൾ ടിക്കറ്റ് തരും. ഓക്കെ, അപ്പൊ ഇപ്പൊ വിളിച്ചോളൂ കേട്ടോ. ലിയ ഇപ്പൊ 12th കയറി ഗൈസ്. താങ്ക് യു. ലിയ 12th വലിയ കുട്ടിയായി. എനിക്ക് വലിയ കുട്ടിയായി. ഇനി ഒരു വർഷം കൂടി ഉള്ളൂ സ്കൂൾ. സോ no, I'm not much excited about it, but yeah, അപ്പൊ എല്ലാരും ഒരു വർഷം കൂടെ, one more grade, one more step, you put your one step forward. അപ്പൊ ഞാനിപ്പോ 12th കയറി, ഇപ്പൊ 9th കയറി. യെസ്, അപ്പൊ അങ്ങനെ എല്ലാവരും ഓരോ സ്റ്റെപ്പ്, ഓരോ വർഷം കൂടുന്നതും സ്റ്റെപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുക, ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങി, പുതിയ അക്കാഡമിക് ഇയർ ഒക്കെ തുടങ്ങി. എല്ലാരും ഇങ്ങനെ സ്ട്രെസ്ഡ് ആണ്. അപ്പൊ അതിന്റെ കൂടെ സ്ട്രെസ്ഡ് അല്ല, ഞാൻ സ്ട്രെസ്ഡ്. സീനിയർ സ്കൂൾ അല്ലാതെ മിഡിൽ സ്കൂള് അവർക്കൊക്കെ വിൽ ബി ഫൺ. പുതിയ ടീച്ചർമാര്, പിന്നെ അങ്ങനെയൊക്കെ പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് ഷഫിൾ ആകുവാണെങ്കിൽ പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും. അല്ല, സെയിം ഫ്രണ്ട്സ് ആണെങ്കിൽ യോ ഈവൻ വി ലക്കിയർ. യെസ്, ഇറ്റ്സ് ട്രൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വരുന്നതാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് മുന്നേ പറയാനുണ്ട്. ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ ആയിട്ട് 9th. ആരുടെയായിരിക്കും ലോറ? അപ്പൊ ലോറയുടെ ബർത്ത്ഡേ ആണ്. എന്നാണത്? April 9th ദിവസം, ട്യൂസ്ഡേ. നിങ്ങൾക്കിപ്പോ ഓർക്കുന്നുണ്ടെങ്കിൽ April 9th എന്റെ ബർത്ത്ഡേ അന്നായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ടിങ് ടോങ് ഷോ. അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. 1 year since we had Ting Tong. That's a huge thing, right? അപ്പൊ ലോറയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങള് ഒരു വർഷമായിട്ട് ചെയ്യുന്നതിന്റെ ആനിവേഴ്സറി പോലെ ആക്കാം. ഓക്കെ, സോ ലോറയ്ക്ക് ഞങ്ങളുടെ വക ടിങ് ടോങ്ങിന്റെ വക ഹാപ്പി ബർത്ത്ഡേ ലോറ. അപ്പൊ ലോറയുടെ ബർത്ത്ഡേ ഉണ്ട്. അതിനോടൊപ്പം April 10th എന്ന് പറയുന്നത് വേറൊരു ദിവസമാണ്. It's called World Siblings Day. So യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ അവരൊക്കെയാണ് ഈ സിബ്ലിങ്സ് ഡേ ആഘോഷിക്കുന്ന. April 10th അവരാണ് ആഘോഷിക്കുന്നത്. യൂറോപ്പിലൊക്കെ മാർച്ച് എന്തോ ആണ്. പക്ഷെ നമ്മള് അമേരിക്ക വഴി പോയാൽ മതി. അപ്പോൾ April 10th വേൾഡ് സിബ്ലിങ്സ് ഡേ. ഹാപ്പി സിബ്ലിങ്സ് ഡേ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ സിബ്ലിങ്സ്, അപ്പൊ നിങ്ങളുടെ സിബ്ലിങ്സിനോടൊക്കെ നിങ്ങൾക്ക് വേൾഡ് സിബ്ലിങ്സ് ഡേ, ഹാപ്പി സിബ്ലിങ്സ് ഡേ എന്ന് പറയാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. You got to honor your brother and sister.
ഓക്കെ അപ്പോൾ സോ വിഷ് യു ഗൈസ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി സിബ്ലിംഗ്സ് ഡേ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ വക അഡ്വാൻസ്ഡ് ആയിട്ട് സിബ്ലിംഗ്സ് ഡേ. പിന്നെ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? യെസ്, ഞങ്ങൾ പറഞ്ഞ പോലെ സിനിമയുടെ ടിക്കറ്റ് തരുന്നുണ്ട്. പിന്നെ ലക്കി കോളറിന് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് ഒരു ഇൻവൈറ്റ് ഉണ്ട്. കപ്പിൾ എൻട്രി ആണ്. പിന്നെ സിബ്ലിംഗ്സ് ഡേ ഉണ്ട്. പിന്നെ ഈദാണ്, ഈദ് മുബാറക്ക് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. നമുക്കിപ്പോൾ കോളേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ്സ് ഉണ്ട്. ടിക്കറ്റ്സ് വേണമെങ്കിൽ വിളിക്കാം. ഒന്നുകൂടെ പറയാം, വിളിക്കേണ്ട നമ്പർ 0423824911. യെസ്. അപ്പോൾ നിങ്ങളിങ്ങനെ വിളിക്കുന്ന സമയത്തിന് നമ്മൾ കുറച്ച് ജോക്സ് ഫോർ പീപ്പിൾ ലൈക്ക് അസ്. നോക്കാം ജോക്ക് ആണോ അല്ലേ നമുക്ക് നോക്കാം. എനിക്ക് ചിലപ്പോൾ ജോക്കായിട്ട് വരും, പക്ഷെ ലോറൊക്കെ ജോക്ക് ആവാൻ സാധ്യത വളരെ കുറവാണ്. നോക്കാം ജോക്ക് ആണോ അല്ലേ. ഓക്കെ. പ്ലേയുടെ ഉടുപ്പ് നന്നായിട്ടുണ്ട്. ഐ ആം നോട്ടിസ്ഡ് ഇറ്റ്. Thank you. Okay, very good. Thank you. Okay. Name the kind of tree you can hold in your hand. Tree. Yes, a tree. Is it broccoli? Broccoli? Yeah. No. Because it looks like it. I tree പോലെ ഇരിക്കുന്നത്. So is it because of that? No? Okay. Is it? Yeah. A palm tree. A palm tree. See, it's a palm. A palm tree. There's a tree called palm. A palm tree. So palm, you can hold it in your hand. It was not funny. But I found it funny. Okay. Which superhero? Which superhero hits home runs? It's home runs. Yeah. Which superhero hits home runs? Hits home run. Yeah. എനിക്കറിഞ്ഞൂടാ. Batman. Oh, hit ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ജോക്സ് ഒക്കെ ആണെങ്കിൽ പറയാട്ടോ. ഇത് ഞങ്ങളുടെ വക കുറച്ച് റിസർച്ച് ചെയ്താൽ കുറച്ച് ചളിയും കൂട്ടിയുള്ള കുറേ ജോക്സ് ആണ്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ജോക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കാം. വെൽക്കം നമ്പർ 0423824911. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു കോളർ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് കോളർ വിളിക്കുക. ഫസ്റ്റ് കോളർ ആണ് ഫസ്റ്റ് കോളർ. ചിലപ്പോൾ ലക്കി ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലക്കി ആവും. നിങ്ങളായിരിക്കും ചിലപ്പോൾ ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകാനുള്ള കപ്പിൾ ടിക്കറ്റ് ഞങ്ങൾ തരുന്നത്. സോ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0423824911. അത്രയും മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ നമ്മൾ മൂവി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ മൂവി ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെ മാരവില്യം ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പാട്ട് നമുക്ക് കണ്ടിട്ട് വരാം. വെൽക്കം ബാക്ക് ടു തിങ്ക് ടൗൺ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 12th റിലീസാവുന്ന മാരവില്യം ഗോപുരം എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ അപ്പോൾ ഈ പാട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇറ്റ്സ് ലൈക്ക് എ ഫീൽ ഗുഡ്, ഫാമിലി ഫീൽ ഗുഡ് മൂവി. എക്സാക്ട്ലി. അപ്പം സോ ദാറ്റ്സ് വൈ. സോ വി ഹാവ് എ കോളർ റൈറ്റ് നൗ. ഹലോ, വെൽക്കം ടു തിങ്ക് ടൗൺ. ആരാ സംസാരിക്കുന്നേ? ആരാ? ഹായ്, ഇറ്റ്സ് മൈ ബ്രദർ. ഓ ഹായ്. ഹായ്, പേരെന്താ? Sarangi. Hello, Sarangi. Hi. Yeah, you have called before, right? What? Have you called before? Yeah. ഞങ്ങൾ മുമ്പ് പറഞ്ഞായിരുന്നു വിളിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ വക ഒരു മൂവി ടിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ലക്കി ആണല്ലോ, മൂവി ടിക്കറ്റ് കിട്ടി. അപ്പോൾ എക്സൈറ്റഡ് ആണോ? 2 ടിക്കറ്റ് ആട്ടോ കിട്ടുന്നേ. ഓക്കെ. അപ്പോൾ ഇച്ചിരി കൂടെ ലക്കി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഇൻവൈറ്റ് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാരംഗിനെ പറ്റി കുറച്ച് അറിയാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, റെഗുലർ കോളർ ആയതും കൊണ്ടും. എന്നാലും നമുക്ക് വ്യൂവേഴ്സിനോട് ഒന്നോടെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ. അപ്പോൾ പേര് പറഞ്ഞോളൂ. സാരംഗി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? 6th. ഇപ്പൊ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങിയില്ലേ? അത് 6th. എങ്ങനെയുണ്ട് പുതിയ അക്കാഡമിക് ഇയർ ഒക്കെ തുടങ്ങിയിട്ട്? തുടങ്ങിയില്ല. തുടങ്ങാൻ പോകുന്നു, ലൈക്ക് ഒരു 15 ഒക്കെ ആവുമ്പോ. അപ്പൊ ഇപ്പൊ ഹോളിഡേ ആണോ? ഹോളിഡേ തുടങ്ങിയില്ലേ? അപ്പൊ എന്താ പരിപാടി? ഹോളിഡേ തുടങ്ങിയില്ലേ? അപ്പൊ എന്താ പരിപാടി? ഇങ്ങനെ കറങ്ങുവാ. ആണോ? എവിടൊക്കെ പോയി?
എന്റെ എന്താ മാം വന്നിട്ടുണ്ടായിരുന്നു. ആ ആ ഓക്കെ. അത് കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി. ആണോ? അപ്പൊ ഇനി മാമന്റെ കൂടെ ഇനി ക്രൊക്കഡൈൽ പാർക്കിൽ പോകാനോ? അതിന് പറ്റും തോന്നുന്നില്ല. അതെന്താ? ഇന്ന് പോക്കാം. ഇന്ന് ആണോ? ഇന്ന് പോണെന്നില്ല, ചിലപ്പോ നാളെ പോലും. അപ്പോ സാരംഗി നമ്മളെ എപ്പോഴും വിളിക്കാറുണ്ട്. സാരംഗിക്ക് മിക്ക സമയത്തും ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്, ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. സോ ഞങ്ങൾ സാരംഗിനെ ഭയങ്കര ഇപ്പൊ ക്ലോസ് ആണ് അല്ലേ? അപ്പൊ സാരംഗി ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ? ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ. വലിയ ആൾക്കാരൊന്നും ചോദിക്കത്തില്ല ഇത്. ഭയങ്കര വെരി റെയർ ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ റെഡി. ഓക്കെ ഓക്കെ. ഡു യു ലൈക്ക് യുവർ നെയിം? ലൈക്ക് സാരംഗി, ഡു യു ലൈക്ക് യുവർ നെയിം? സാരംഗി എന്ന് പറയുന്ന പേര്, ഡു യു ലൈക്ക് ഇറ്റ്? യെസ്. യാ, വൈ? ബിക്കോസ് ഇറ്റ്സ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നെയിം. Oh yeah, yeah, it's true. സാരംഗി, yeah. That's true. പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. വാട്ട് റിയലി മേഡ് യു ലാഫ് ടുഡേ? എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സംഭവിച്ച, സാരംഗി നന്നായിട്ട് ചിരിച്ചു, അങ്ങനെ എന്തെങ്കിലും വന്ന ഒരു മൂമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ ഇന്ന്? മനസ്സിലായില്ല. മനസ്സിലായില്ല. വാട്ട് മേഡ് യു ലാഫ് ടുഡേ? Yeah. I was watching this movie called Kochi Raja. Oh, yeah. Raja, I don't know. Yeah, it's a funny movie, yeah. You made you laugh? Yeah. Yeah, okay. So do you watch? It wasn't TV, so I just watched it. Yeah, but it's a good movie. Yeah, I like that movie actually. I've watched it many times. So have you watched the TV show Friends? What? Friends, the TV show Friends. No. No? Okay, then I don't think that question. Okay, wait, I'll ask another question. Okay, what do you like, tea or coffee? Yes, this is a good question. Both no. Both, no? No, I drink like, black tea. Black. Oh, So you like tea? Yeah. Yeah? So Laura is a big, tea fan. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കും എപ്പോഴും. പിന്നെ തിരിച്ച് വന്ന് ഒരു 4 മണിയാകുമ്പോഴത്തേനും കിട്ടുവാണെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കും. സോ ടീ is something that's very necessary for me. So you have tea all the time? I'm sleepy in school. So you have tea all the time? Like every day? Every day morning, but not mostly. Yeah. But that's nice. Yeah, so അപ്പൊ നമ്മൾ ഇന്ന് ചോദ്യം ചോദിക്കുന്നില്ല, എന്തായാലും ഗിഫ്റ്റ് കിട്ടിയതല്ലേ? Yes, gift കിട്ടി. അപ്പൊ ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയല്ലോ. മൂവി ടിക്കറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നാലും ഒരു ചോദ്യം ചോദിക്കാം. ചോദിക്കണോ? ഇനി വേണമെങ്കിൽ വേറൊരു ഗിഫ്റ്റ് വേണോ? Simple. സിമ്പിൾ ചോദിക്കാം. ഓക്കെ. Okay, what can you hold in your left hand but not your right? Oh my. I'll repeat the question. What can you hold in your left hand but not your right? So Can you give a clue or something? Okay, so if you have your left hand with you, you can right വെച്ച് നോക്കിയാൽ മതി. റൈറ്റിൽ എന്താണ് പിടിക്കാൻ പറ്റുന്നത്? ലെഫ്റ്റ് ഹാൻഡ്, for example, you cannot. Okay, it's very easy, but yeah, left, you can hold your right, you can't hold yourself, you can't hold your right hand, right? Is it your right hand? Yes, right elbow, right yes. elbow. But correct answer. Yes. Yeah, congratulations, Sarangi. Answer കിട്ടി. Yeah, അപ്പൊ ഇന്ന് ഡബിൾ ഗിഫ്റ്റ് കിട്ടിയത്. Thank you, welcome. ചിലപ്പോ ട്രിപ്പിൾ ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ സാരംഗിയുടെ എന്തോ? He's saying his name. പേരെന്താണ്? Suryan Sani. ഓ, ഹലോ സൂര്യൻ അല്ലേ? ഹലോ സൂര്യൻ. ഹലോ. Hello. അപ്പൊ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ ഗിഫ്റ്റ് കിട്ടി. അപ്പൊ താങ്ക് യു, വെൽക്കം. അപ്പൊ ഇനി ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ച് 800825 എന്ന നമ്പറിലേക്ക് വിളിച്ചാല് ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കും. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ, വെൽക്കം ടു ടിക് ടോക്ക്. ആരാ സംസാരിക്കുന്നേ? Hello, Charles. Charles. Hello, Charles. How are you?
fine. How are you doing? Like, it's Eid, no? Holidays? Yes. Yeah, what are you doing? Uh, Any plans? plans, maybe karting. Go karting. Oh, that's nice. Yes, kind of productive. Sorry? Kind of productive. Huh? She's saying that you're productive. Oh, So, yeah, so that's it? Nothing അപ്പോൾ else? ഞങ്ങൾ പറഞ്ഞു കേട്ടോ മൂവി ടിക്കറ്റ് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഒരു മൂവി 2 കപ്പിൾ ടിക്കറ്റ്സ് ഒരു കപ്പിൾ ടിക്കറ്റ് നിങ്ങൾക്ക് ചാൾസിന് കിട്ടും. അപ്പോൾ പാരൻസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ ഇത് സ്പെഷ്യൽ ആയിട്ട്, ഓക്കെ? okay, okay. ഓക്കെ, അപ്പൊ മാരവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ മലയാളം സിനിമയ്ക്കാണ് മൂവി ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വിളിച്ചോണ്ട് കിട്ടി. അപ്പൊ എല്ലാ കോളേഴ്സിനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വൺ ഓഫ് ദ കോളർ ഇസ് ചാൾസ്. ഓക്കെ Okay, okay. ഓക്കെ, അപ്പൊ ഞങ്ങൾ മുമ്പ് ഞങ്ങളുടെ കോളറിന് ഞങ്ങൾ കുറെ അൺയൂഷ്വൽ ആയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. Okay. ഓക്കെ, അപ്പൊ അതുപോലെ ഞങ്ങള് ചാൾസിനോട് ചോദിക്കട്ടെ? ഓക്കെ, ഡു യു വാച്ച് ദി TV ഷോ ഫ്രണ്ട്സ്? Friends, no. No? No. കുഴപ്പമില്ല. It's okay. Next time, you watch at least one episode and come, okay? Okay. Okay. I'll ask you another question. Are you an introverted or an extroverted person? Introverted. Introverted. Yeah, I'm also an introverted person. But ചില സമയത്തൊക്കെ ചിലപ്പോൾ എക്സ്ട്രോവേർട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. സോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഫാദറുണ്ട്. ആണോ? അപ്പൊ ചേട്ടന്റെ പേരെന്താ? ക്രിസ്. ക്രിസ്. അപ്പൊ ക്രിസോടൊക്കെ ഹായ് പറഞ്ഞേര് കേട്ടോ. എല്ലാവരോടും ഹായ് പറഞ്ഞേര്. ഓക്കെ. ഓക്കെ. അപ്പൊ ചാൾസ് ഇപ്പൊ എത്രാം ക്ലാസ്സിലേക്കാ പോകുന്നേ? ഇപ്പൊ 8ലായി. 8ലായി. എനിക്ക് പോവാൻ പോകുന്നു. ഇപ്പോ ന്യൂ അക്കാഡമിക് തുടങ്ങിയപ്പോ 8ലായി അല്ലേ? അപ്പൊ 8 എങ്ങനെയുണ്ട്? 8 എങ്ങനെയുണ്ട്? Is it fun? ഇപ്പൊ തുടങ്ങിയുള്ളൂ, കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? സെയിം ക്ലാസ്മേറ്റ്സ് ആണോ അതോ ഡിഫറെന്റ് ക്ലാസ്മേറ്റ്സ് ആണോ? ഡിഫറെന്റ്. ക്ലാസ് മാറിയല്ലേ? സാഡ് ആണോ? വിഷമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പുതിയ ഫ്രണ്ട്സ് കിട്ടും അല്ലേ? അങ്ങനെ വേണം, പുതിയ ഫ്രണ്ട്സ് കിട്ടും. എന്നാലും പഴയ ഫ്രണ്ട്സിനെ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പോ ചോദ്യം ഇതാണ്. What belongs to you but your friends use it more than you do? What belongs to you? But your friends use it more than you do. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്ന് ഓർത്തോക്കെ. What belongs to you? It's yours. ഇത് ചാൾസിന്റെ ആണ്. ബട്ട് യുവർ ഫ്രണ്ട് കൂട്ടുകാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഞങ്ങളിപ്പോ ഇതിന്റെ ആൻസർ തന്നെ ഞങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞു. ചാൾസ് പറഞ്ഞേ. യെസ്, ഇറ്റ്സ് നെയിം. അവർ 2 ഗിഫ്റ്റ് കിട്ടി. അല്ല, ചിലപ്പോ 3 ഗിഫ്റ്റ് കിട്ടും കേട്ടോ. ബിക്കോസ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ലക്കി കോളറിന് ഞങ്ങള് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ചാൾസ് ഇഫ് യു ആർ ലക്കി ഇനഫ് യു വിൽ ഗെറ്റ് കപ്പിൾ ടിക്കറ്റ് കിട്ടും. അപ്പൊ ഈദ് പ്രമാണിച്ച് പാരന്റ്സിന് കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ 2 ടിക്കറ്റ് പാരന്റ്സിന്. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. യെസ്, ബൈ. Okay, so we had Sarangi and also Charles also calling. And Sarangi's brother also talked to us. Yes, Suryan also talked to us. So it was very cute. And ഇങ്ങനെ ഇതുപോലെ കുറച്ചും കൂടെ കോളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി കോളേഴ്സ് വേണം. അപ്പോൾ ഇപ്പൊ ഇവർക്ക് 2 പേർക്കും മൂവി ടിക്കറ്റ്സ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മൂവി ടിക്കറ്റ്സ് വേണമെങ്കിൽ വിളിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോയിട്ട് വരാം. Yes. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ് എന്നോട് പറയാൻ അറിയില്ല. ഞാൻ എക്സ്ട്രാ കുട്ടിയതാട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പോ ഈദ് തുടങ്ങി, ഇനി വിഷു വരുന്നുണ്ട് അല്ലേ? April 14th വിഷു, റൈറ്റ്? അപ്പോൾ നമ്മളെല്ലാരും വിഷു ആഘോഷിക്കുന്നവർക്ക് ഹാപ്പി വിഷു. അപ്പൊ വിഷു ആശംസകൾ. അങ്ങനെയാണ് പറയുന്നത്. മലയാളത്തിൽ പറയണം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വക വിഷു ആശംസകൾ. അപ്പോൾ ഈദുണ്ട്, അപ്പൊ ഈദും ഉണ്ട്, വിഷു ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു വീക്ക് കൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
കുറേ കാര്യങ്ങൾ തരും. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും വിഷു ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ വിളിക്കുക നമ്പർ 0423824991. യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരാത്തതിൻ്റെ റീസൺ എന്താണെന്നല്ലോ പറയാം. കാരണം ഹോളി വീക്ക് ആയിരുന്നു, അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു. സോ ദാറ്റ്സ് ദ മെയിൻ റീസൺ ദാറ്റ്സ് വൈ Yes. വി ഡിഡ് നോട്ട് കം. ബട്ട് വി ആക്ച്വലി മിസ്ഡ് യു ഗൈസ്. ഇങ്ങോട്ട് വരാത്തതിൻ്റെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേട്ട് നമ്മൾ ഇന്ന് തീർക്കുന്നതായിരിക്കും. യാ, അപ്പോൾ ഇനി കോളേജൊക്കെ വേണം കേട്ടോ. ഇനി ഞങ്ങൾക്ക് കോളേജൊക്കെ വേണം. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂവി അല്ലെങ്കിൽ ബുക്ക് റെക്കമെൻഡേഷൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബുക്ക് ആയിരുന്നു റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഏത് ബുക്കായിരുന്നു? ദി എസ്കേപ്പ് റൂം. സോ അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ബുക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മൂവി ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന. മൂവിയുടെ പേരാണ് പറഞ്ഞോളൂ. ലക്ക്. ലക്കി. ലക്ക്. സോ ദ മൂവി ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഗേൾ ഹൂ ഈസ് very unlucky, going through so many bad days, but then all of a sudden she gets a creature, which is, I think that's a cat, right? Yeah. Yes. So that comes to her life, and then some lucky things happens to her. That's kind of like what the movie is. It was like an adventure kind of Yes. movie. ഞാൻ കണ്ടു, but it was very nice. അപ്പോൾ നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടിട്ട് വരാം. Welcome back. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടു. സോ ദ മൂവി ഈസ് വെരി വെരി ഗുഡ്, മീനിങ് ഇൻ ദ സെൻസ് ഇറ്റ് ടോക്സ് അബൌട്ട് എ മോറൽ ദാറ്റ് ടെൽസ് us ബീങ്. അപ്പോൾ നമ്മളെപ്പോഴും അൺലക്കി ആകുമ്പോഴത്തേനും ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇസ് ഓൾവേസ് ബാഡ്. സോ നമ്മൾ എന്തെങ്കിലും അൺലക്കി നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ യു ഷുഡ് ഫൈൻഡ് സംതിങ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ക്യാരക്ടർ, the character goes through something unlucky, even though she experiences fun in it. Like എന്തെങ്കിലും ഗുഡ് അതിൻ്റെ അകത്തേക്ക് സംഭവിക്കും. അപ്പോൾ the moral is this much really. നമ്മൾ എന്തെങ്കിലും അൺലക്കി സംഭവിച്ചാൽ മേക്ക് ഷുവർ യു ഫൈൻഡ് സംതിങ് ഗുഡ് ഇൻ ഇറ്റ്. ഇപ്പം ഗുഡും ബാഡും ഉണ്ടാകും, പക്ഷെ എന്തെങ്കിലും ഗുഡ് ഉണ്ടാകും. അപ്പം നമ്മൾ ഗുഡ് നമ്മൾ There's always good in everything bad. Actually, ആ നല്ല ചീത്ത ഒരു നമുക്ക് ഇഷ്ടമായ ഒരു കാര്യം നടക്കുന്നത് തന്നെ it might be something that leads to a good outcome. Yes. Right? So that is what is the movie really talking about. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കുക. വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയുണ്ടെന്ന് പറയണം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ഞങ്ങളെ അടുത്ത പ്രാവശ്യം വിളിക്കുക. യാ, അപ്പോൾ നമ്മളിപ്പോൾ മൂവീനെ പറ്റി പറഞ്ഞു. സോ വി ഹാവ് എ കോളർ റൈറ്റ് നൗ. ഹലോ, വെൽക്കം ടു ടിക്ടോക്ക്. ഹലോ. ഹായ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ? സായ്. അബുദാബി. ഓക്കെ. അപ്പോ ഷോ കണ്ടിട്ടാണോ വിളിച്ചപ്പോ? ഓക്കെ, അപ്പൊ ലക്കി ആട്ടോ. അപ്പൊ ഒരു കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സിനിമയെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ advance happy birthday. Thank you. Advance to happy Vishu. Advance Eid Mubarak to all. Same to you. Same to you. All Appo listeners and who sees the TV to it. Yes, എല്ലാവർക്കും. അപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് എന്ത്? what occupation? Sales. ഓക്കെ. അപ്പൊ ഫാമിലിയുടെ കൂടെ ഇവിടെ താമസിക്കുന്നത്? ഓക്കെ, അപ്പൊ അവരോടൊക്കെ ഹായ് പറഞ്ഞേ കേട്ടോ. Okay. Have a nice day. Have a nice holidays. Yes. Same to you. Sorry? Schools are closed, right? Schools are closed now. അപ്പൊ Enjoy your holidays. Yes. അപ്പൊ ഈദിന് എന്താ ചെയ്യുന്നത്? വീട്ടിൽ തന്നെ അബുദാബി. വീട്ടിൽ തന്നെ. അപ്പൊ എവിടെയെങ്കിലും പോകാൻ പ്ലാൻസ് ഉണ്ടോ? No. No. Still not planned. ഓക്കെ. അപ്പൊ ഞങ്ങള് ഇപ്പൊ കുട്ടികളുണ്ടോ? ഒരു മോളുണ്ട്. മോളുണ്ട്. എത്രാം ക്ലാസ്സിലാ? She's in 9th. 9th. ഓ, പേരെന്തായിരുന്നു? സാവിത്രി. ഓ, ഒന്നുകൂടെ പറയാ പേര്. ഗായത്രി അല്ലേ? ഗായത്രി. No, സാവിത്രി. സാവിത്രി. ഓ, സാവിത്രിയോട് ഹായ് പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോ ഞങ്ങള് ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ കുറെ ഇങ്ങനെ റിഡിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ റിഡിൽസ് കറക്റ്റ് ആയിട്ട് കിട്ടിയാല് വേറെ ഗിഫ്റ്റ് കിട്ടാന്നാവും. വേണ്ടേ? എന്താ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഓക്കെ. താങ്ക് യു. അപ്പൊ ഞങ്ങളിപ്പോ എല്ലാവരും ഇപ്പൊ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ.
അവരുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എന്നാ ചിലപ്പോൾ തമാശയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ചോദിക്കട്ടെ? Okay. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ സോ ഇഫ് യു ഗോട്ട് ടു റീനെയിം ദി കളർ ബ്ലൂ, യാ ബ്ലൂ കളർ ഇല്ലേ, Ah, അത് വേറൊരു നെയിമിലേക്ക് ഇഫ് യു ഗോട്ട് ടു റീനെയിം ഇറ്റ്, what would it be? Like if you got a chance sky. to. Sky. Sky. Oh yeah, that's nice. Oh, ഭയങ്കര പെട്ടെന്ന് ആൻസർ പറഞ്ഞു. Okay, next question. Okay, if you what is the craziest thing that you would what is the craziest thing that you would want to do in your life? Precious things. What? Untidy clothes. Oh. Yeah. So yeah, that's it. അപ്പോൾ റിഡൽസ് ഇല്ല, പക്ഷെ കുഴപ്പമില്ല. മൂവി ടിക്കറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൂവി ടിക്കറ്റ്സ് ഇട്ടിട്ടുണ്ട്, കപ്പിൾ ടിക്കറ്റ് ആണ്. അപ്പോൾ യു ഹാവ് 12th ഇറങ്ങുന്നതാണ്, ബട്ട് മിക്കവാറും 13th മൂവി ഉള്ളതാണ്. ഓക്കെ ഞങ്ങൾ വിളിച്ച് പറയാം. ഓക്കെ, അപ്പോൾ 800-825 എന്ന എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ ഓഫീസിൽ വന്ന് മൂവി ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. Okay. Okay. I didn't get a number to it. 800 Up to it. A number കിട്ടിയില്ല എനിക്ക്. 800 800 825 825 825. 825. Okay. I should call them. Okay. യാ, അവരെ വിളിച്ചിട്ട് ഇൻഫർമേഷൻ ഒക്കെ അവർ പറഞ്ഞിരിക്കും, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. Okay. ഓക്കെ, താങ്ക് യു. അവർ എല്ലാവരോടും ഈദ് മുബാറക്കും ഹാപ്പി വിഷ് ഒക്കെ പറഞ്ഞിട്ടോ. ബൈ ബൈ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, സോ വി ഹാഡ് അപ്പോ നമ്മൾ എന്താ പറയാ, നമ്മള് വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് പോയാലോ? ഒരു ബ്രേക്ക് പോയിട്ട് വരാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ചെറിയൊരു തിരുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചവരുടെ ഒക്കെ പേര് ഞങ്ങൾ സ്റ്റാർ ഗലേരിയ തിയേറ്ററിൻ്റെ അവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരെ വിളിച്ചാൽ അറിയാൻ പറ്റും ഏത് ഷോയിൽ ഏത് സമയത്ത് ഏത് ദിവസം വരണമെന്ന് അവർ പറയുന്നതായിരിക്കും. യാ, അപ്പോൾ വിളിച്ച എല്ലാവർക്കും ദസ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ യു ഗൈസ്. യാ, അപ്പോൾ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. സോ വിളിച്ച എല്ലാവരുടെയും പേര് ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേര്, ഫോൺ നമ്പറും ഫോൺ നമ്പറും പേരും ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഞങ്ങൾ സ്റ്റാർ ഗലേരിയ സിനിമേസിൽ കൊടുക്കുന്നതായിരിക്കും. തിയേറ്ററിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തിയേറ്ററുകാരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും ഏത് സമയത്ത് ഏത് ഷോയ്ക്ക് ഏത് ദിവസമാണ് വരണ്ടതെന്ന് അവർ പറയുന്നതായിരിക്കും. യാ, അപ്പോൾ അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയൊരു തിരുത്താണ്, സോറി. അപ്പോൾ യെസ്, അപ്പോൾ ചെറിയ തിരുത്താണ്. അപ്പോൾ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റാർ ഗലേരിയ ഹയത്ത് ഹോട്ടൽ. ഓക്കെ, ദേരയിലുള്ള ഹയത്ത് ഹോട്ടലിൻ്റെ സ്റ്റാർ ഗലേരിയ തിയേറ്ററിലാണ് ഈ മൂവി നടക്കാൻ പോകുന്നത്. അപ്പോൾ യെസ്, അപ്പോൾ അവരെ വിളിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ പേര് വിളിച്ചു. സോ വി ഹാഡ് സായ് അങ്കിൾ ഓൾസോ കോളിംഗ് us. Yeah, we had Charles and also Saringi calling us. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇനിയും കോളേഴ്സ് വേണം. Yeah, anyone can call us. നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ലക്കി ആയിട്ടുള്ള ഒരു കോളറിന് ഞങ്ങൾ ഒരു ടിക്കറ്റും ഒരു എക്സ്ട്രാ ഗിഫ്റ്റും കിട്ടുന്നതായിരിക്കും. യെസ്, എങ്ങോട്ട്? ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ 3 പേര് വിളിച്ചു. ഇനിയും കോളേഴ്സ് ഉണ്ടെങ്കിൽ അവരിലൊക്കെ അവരിൽ നിന്ന് എടുത്ത ഒരാൾക്ക് നമുക്ക് കപ്പിൾ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ 2 ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. യാ, അപ്പോൾ വിളിക്കാൻ നമ്പർ 0423822491. യെസ്. അപ്പോൾ നമ്മൾ ലക്ക് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ട്രെയിലർ കണ്ടു, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഗെയിം പോലെ എന്തെങ്കിലും പോലോ? ഗെയിം അല്ല, നമ്മൾ മുമ്പേ എല്ലാവരോടും ചോദിച്ച പോലെ, നമ്മൾ കോളേജിനോട് ചോദിച്ച പോലെ തന്നെ weird but funny kind of questions. ജോക്സ് എന്ന് പറഞ്ഞ തീർന്നായിരുന്നോ? ഇല്ല, 2 എണ്ണം കഴിഞ്ഞുള്ളൂ. പക്ഷെ അതിനെ പറ്റി നമുക്ക് അത് തീർക്കാം. ഓക്കെ, how do bees brush their hair? They brush. Yeah. It's a joke. So
They use With a what? brush. What brush? Brush. No. What is it? They use honeycombs. They use honeycombs, Yeah, it was okay? not That was funny. funny. You laughed, okay? So it's funny. Okay. അടുത്ത. Okay, അടുത്ത. Which planet loves to sing? Which planet? Like ആദ്യത്തേതായിരുന്നു? Mercury, Okay. Venus. Earth, Mars, Jupiter, Saturn, Uranus, Neptune, Pluto. Is it Mars? No. It's Then? Neptune. Okay. Tune, Okay, right? Tune. So that was fun. You laughed. Okay. Okay. Next. Okay. What kind of keys are sweet? I don't know. No? No. Okay. Cookies. Cookies. Okay. സോ എല്ലാം ലോറ് തോറ്റു ഞാൻ ജയിച്ചു ഓക്കെ എല്ലാത്തിനും ജോക്ക് ഇറ്റ് വാസ് ഫണ്ണി ടു മീ Yes, എനിക്ക് എല്ലാം ഫണ്ണി ആയിരുന്നു പക്ഷെ ഒന്നുകൂടെ വായിച്ചു ഞാൻ നേരത്തെ എല്ലാം വായിച്ച് റെഡിയാക്കി വെച്ചോണ്ട് അപ്പോൾ വായിച്ചപ്പോൾ ഐ വാസ് വെരി ഫണ്ണി ഇപ്പോൾ പിന്നെയും വായിച്ചപ്പോൾ ചെറിയ ഫണ്ണി ആയിട്ട് തോന്നിയില്ല Funny-യാ? എന്നെപ്പോലെ ഉള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ ഫണ്ണി ആയിട്ട് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്കൊന്നും പറ്റില്ല യാ അപ്പോൾ നമുക്ക് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ട് ഒന്നോടെ കണ്ടിട്ട് തരാം ഒന്നാണ് കണ്ടിട്ട്. വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിപ്പോൾ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ നമ്മൾ വീഡിയോ സോങ് ആണ് കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ 12th റിലീസാവുന്ന മൂവിയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഈ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കപ്പിൾ എൻട്രി ടിക്കറ്റ് ആണ് യെസ് അപ്പോൾ നിങ്ങൾ ആ തിയേറ്ററിനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേരും നമ്പറും ഞങ്ങൾ സ്റ്റാർ ഗലേരിയ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് തിയേറ്റേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഹയത്ത് റെസിഡൻസി ഡേരയിലാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. യുബേലിനെല്ലാം കോൺടാക്ട് ചെയ്യണ്ടേ ജസ്റ്റ് റിമൈൻഡർ. യെസ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു അപ്പോൾ അവരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്നിട്ട് അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾ അവരെ വിളിക്കുക എന്നിട്ട് അവരോട് അവർ പറയും ഏത് ഷോ ആണ് എപ്പോഴാണ് നിങ്ങൾ വരണ്ടേ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും യാ അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിൻ്റെയും ഇന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ലക്കി വിന്നറിന് നമ്മൾ ക്രോക്കഡൈൽ പാർക്ക് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഇൻവൈറ്റ് ഉണ്ടാവുന്നു അപ്പോൾ കപ്പിൾ ടിക്കറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ ആരാ ഇവിടെ നിങ്ങൾ വിളിച്ചവരുടെ എല്ലാവരുടെ പേരുണ്ട് അപ്പൊ ഞങ്ങൾ ചൂസ് ചെയ്യും ഒരാൾ അപ്പൊ അവർ ഇത് ഒരു എക്സ്ട്രാ ഗിഫ്റ്റും കൂടെ കിട്ടും അവർക്ക്. ലീ എടുത്തോ. Okay, so the person who got is ആരാ? Wow. Charles, okay? Yes. So congratulations Charles. അപ്പോൾ ചാൾസിനാണ് നമുക്ക് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഇൻവൈറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കപ്പിൾ എൻട്രി ആണ്. അപ്പോൾ ചാൾസിന് പാരന്റ്സിന് ഒരു ഈദ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും പക്ഷെ 2 ടിക്കറ്റ് ഫ്രീ ആയിട്ട് യാ അപ്പോൾ ചാൾസിന് കിട്ടിയിരിക്കുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് ചാൾസ്. ഓക്കെ എല്ലാവർക്കും ഒന്നോടെയും ഈദ് മുബാറക്. യെസ് ഞങ്ങളുടെ വക അപ്പോൾ ഈദ് ഒക്കെ നമ്മളുടെ വക ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക യാ ഹാപ്പി വിഷ് യു ഓൾസോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി യാ സോ വിഷിംഗ് യു ഓൾ അഗൈൻ ഈദ് മുബാറക് ആൻഡ് ഹാപ്പി വിഷ് യു യാ അപ്പോൾ സൈനിങ് ഓഫ് ലിയ ആൻഡ് ലോറ. ബൈ.